ED കുറ്റപത്രം കൊടുത്തെന്നും മാധ്യമങ്ങളിൽ കൂടി ഞാനൊന്നും അറിഞ്ഞു. എനിക്കതിൻ്റെ ഡീറ്റെയിൽ ലഭ്യമായിട്ടില്ല. ആരൊക്കെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ എനിക്കായിട്ടില്ല. നിങ്ങളിൽ നിന്ന് ഞാനുണ്ടെന്ന് മനസ്സിലായി. EDയുടെ നിലപാട് എന്താണെന്ന് രാജ്യവും കേരളവും കോടതിയും വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ED എങ്ങനെയാണ് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും. എറണാകുളത്തെ EDയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കേസുകൾ ഒതുക്കാൻ നിൽക്കുകയാണ് എന്നുള്ള അതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെയല്ല, വൻതോതിൽ പണം വാങ്ങിച്ചത്. അപ്പോൾ ED തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ED എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസി ഭരണകക്ഷിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണെന്ന് സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി വിധികളിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിൽ പേരാരാ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ പാർട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. കരുവന്നൂർ ബാങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല. അതിന് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഡിപ്പാർട്ട്മെൻ്റൽ നടപടി സ്വീകരിച്ചതാണ്. പിന്നീട് പോലീസ് നടപടി ഉണ്ടായി. ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ED അതിന്മേൽ അന്വേഷണം തുടങ്ങിയത്. ED നടത്തിയ അന്വേഷണത്തിൽ പ്രധാന പ്രതികളായ ആളുകളെ മാപ്പുസാക്ഷിയാക്കുക. ആ മാപ്പുസാക്ഷികളെ വെച്ചുകൊണ്ടാണ് പാർട്ടി നേതാക്കളെ വേട്ടയാടാൻ അന്നത്തെ സാഹചര്യത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ കളിയുടെ ഭാഗമായിട്ടാണ് അത്തരമൊരു രീതി ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിൻ്റെ മുമ്പിൽ പകച്ചു പോകുന്നൊരു പ്രസ്ഥാനമൊന്നുമല്ല ഞങ്ങൾ. പാർട്ടിക്കകത്തുടനീളം ഞങ്ങൾ ഈ കാര്യങ്ങൾ പരിശോധിച്ചതാണ്. പാർട്ടി നേതൃത്വത്തിന് യാതൊരു പങ്കും ഇല്ലാത്തൊരു കേസിൽ പാർട്ടി നേതാക്കളെ പലരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള EDയുടെ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറയുന്ന ഈ കുറ്റപത്രം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, കേന്ദ്ര ഭരണകക്ഷിയുടെ. അതിനെ കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരായി, പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്നുള്ളതുകൊണ്ട് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ടും ഞങ്ങൾ ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും. നിരന്തരമായി അതുപോലെ തന്നെ MK കണ്ണൻ, MM വർഗീസ് എന്നിവരെ നിരന്തരമായി ചോദിക്കാൻ വിളിച്ചുകൊണ്ടിരുന്നല്ലോ. അതോ കഴിഞ്ഞിട്ട് കേരളാശനെ പ്രതികരിച്ചത് ചോദ്യം ചെയ്ത് മൊഴിയെടുത്തതിന് ശേഷം ഒന്നുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവിടെ പറഞ്ഞ ED ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. രാധാകൃഷ്ണനെ പോലുള്ള സംശുദ്ധമായൊരു വ്യക്തിത്വത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക സന്ദർഭമാണ്. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിലാണ് തിരക്ക് പിടിച്ചു എന്ന് പറഞ്ഞുകൂടാ, കുറേ കാലമായി ആരെയൊക്കെ ആകണം പ്രതികൾ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാളെ പ്രതിയാക്കിയതിൽ നിന്നും ഇതിൻ്റെ വസ്തുത എന്താണെന്ന് ജനങ്ങൾക്കറിയാലോ. അവരാവശ്യപ്പെട്ട വിവരങ്ങൾ രാധാകൃഷ്ണ സ്വത്തിനെ സംബന്ധിച്ച് കൊടുത്തതാണ്. അതിലെന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു നിലപാട്? അതിപ്പോൾ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ ജില്ലാ പാർട്ടി നേതൃത്വത്തെ ഈ രീതിയിലാകെ പ്രതി ചേർക്കപ്പെട്ടാൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നായിരിക്കും കേന്ദ്രമന്ത്രിയും BJPയുടെ നേതൃത്വം കരുതുന്നത്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇത് വലിയ ചർച്ചയാക്കി മാറ്റാൻ UDFും അതുപോലെ തന്നെ BJP ശ്രമിച്ചിരുന്നു. അതിനവർക്ക് ഗുണമുണ്ടായെന്ന് തോന്നുന്നുണ്ടോ? അത് സ്വാഭാവികമായി പ്രതിഫലിക്കല്ലോ. പാർട്ടിയുടെ സിമ്പതൈസേഴ്സിനെ സംശയത്തിൽ ഇതെങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയത്തിൻ്റെ ഒരു നിഴൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. സുരേഷ് ഗോപി എന്ത് താല്പര്യത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം വന്നത്, ജാഥ നടത്തിയിട്ടൊക്കെ വന്നത് എന്ന് രാജ്യം കണ്ടതല്ലേ. രാജ്യം ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനും അത് കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ടാവും. പൂരവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ഇത്തരമൊരു കാര്യം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയാണ് BJP നേതൃത്വം ആസൂത്രണം ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാനോ? ജില്ലാ സെക്രട്ടറിമാരുടെക്കെതിരായിട്ട് ED കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് വായ്പ അനുവദിക്കാൻ വേണ്ടി സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. അതൊരു സ്വാഭാവികമായ നടപടിയാണോ രാഷ്ട്രീയ നേതാക്കൾക്ക് സംബന്ധിച്ച്? എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ ഒരാളുടെ കാര്യത്തിനും ലോൺ കൊടുക്കാനോ ലോണിൻ്റെ കുടിശ്ശിക തിരിച്ചടയ്ക്കുന്നതിൽ ഇളവ് കൊടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരമൊരു കേസിൽ അതാ ഞാൻ പറഞ്ഞത്, ആ കേസിലെ പ്രതികളായ ആളുകളെ ഒന്നാം പ്രതിയാക്കേണ്ട ആളെ മാപ്പുസാക്ഷിയാക്കി. ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ
തൃശ്ശൂർ തന്നെയുള്ള ഒരാൾ നിരവധി ക്രിമിനൽ സംഭവത്തിൽ പ്രതിയായ ആളുടെ അഭിമുഖം നിങ്ങളുടെ മാധ്യമത്തിലൊക്കെ വന്നു. എന്തെങ്കിലും വസ്തുത ഉണ്ടായിട്ടാണോ? അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു സഹകരണ സംഘത്തിൽ ഒരു ലോണ് ഒരാൾ വരുന്നുണ്ട്, നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്ന ഒരു വലിയ കുറ്റകൃത്യമായിട്ട് ഈ കേരളം കാണില്ല. പലരും, ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ആവശ്യം വന്ന സഹകരണ ബാങ്കുകളിൽ ജനങ്ങളുടെ ജനപ്രതിനിധികൾ ഭരിക്കുന്ന ബാങ്കുകളാണ് പറയാറുണ്ട്. അതുപോലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതിൽ തെറ്റ് ചെയ്തവരുടെ പേരിൽ പാർട്ടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കുകയാണ് ചെയ്തത്. അവരുടെ പേരിൽ പാർട്ടി നടപടി മാത്രമല്ല, പോലീസ് നടപടിയും ഡിപ്പാർട്ട്മെൻറ്റൽ നടപടിയും ഉണ്ടായി, റിക്കവറി തുടങ്ങി. അപ്പോൾ അതിൽ അവർ കാണിച്ച പെശകിനെതിരായി എല്ലാ നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പാർട്ടിയെ തന്നെ പ്രതി ചേർക്കുകയാണ്. അങ്ങനെ കുറ്റപത്രത്തിൽ 26 പ്രതിയായിട്ടുണ്ട്. CPM-നെ തന്നെ പ്രതി ചേർക്കുന്നത്, അങ്ങനെ ഒരു സംഭവം നമ്മൾ ഇതുവരെ കേട്ടുകയില്ല. അതെ, അത്തരമൊരു സംഭവം ഉള്ളതിൽ നിന്ന് തന്നെ നിങ്ങൾ ആ വിഷയം മനസ്സിലാക്കണം എന്നാണ്, ജനങ്ങളും ആ വിഷയം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ കോൺഗ്രസിനെ ആകെ പ്രതി ചേർത്തില്ലല്ലോ നാഷണൽ ഹെറാൾഡ് കേസിൽ. അതിൽ കക്ഷികളാരാണ്? അവരെയാണ്. പക്ഷേ ഇവിടെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യുന്നു. BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. ED BJPയുടെ ആ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉപകരണമായി മാറുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതാണ് ഈ കുറ്റപത്രത്തിൽ നിങ്ങളുണ്ട് എന്ന് പറയുന്ന വിശേഷണങ്ങൾ. എന്നോടുണ്ടായില്ല. എൻ്റെ വീട്ടിൽ വന്നപ്പോഴും അവർക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്തതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല എന്നവരെ എനിക്ക് എഴുതി തന്ന കടലാസ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുണ്ടായിരുന്ന അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് നീതി നിഷേധമാണെന്ന് പറഞ്ഞ കോടതി വിധിയുണ്ട്. അന്യായം. അത് റിലീസ് ചെയ്തു. പണം റിലീസ് ചെയ്തു. അപ്പോൾ കോടതി വിധി ആ കാര്യത്തിൽ ഇവിടെ റെയ്ഡിൽ ഇവർ സ്വീകരിച്ച തെറ്റായ സമീപനം, ഞാനെന്തോ അന്യായമായി പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ അക്കൗണ്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയുടെയും മകളുടെയും അക്കൗണ്ടിൽ എല്ലാ രേഖകളും കൊടുത്തതിന് ശേഷമാണ്. അതുമ്പോൾ കോടതിയുടെ വിധി എല്ലാവരും പഠിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ നീതി നിഷേധം നടന്നു, ഒരു നീതിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി എന്ന് പരസ്യമായി കോടതി EDയെ വിമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു വിമർശനം ഉണ്ടായിട്ടും പാർട്ടിക്കെതിരായും പാർട്ടി നേതാക്കൾക്ക് എതിരായിട്ടും ഒരു പ്രതിയായിട്ടൊരു പാർട്ടി ഉണ്ടാവുക, അത്തരമൊരു സ്ഥിതിവിശേഷം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തന്നെയാണ് എന്നുള്ളത് അധികം വിശദീകരണം ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്.